SDP പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ വർഗീയവാദികളുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലിനെയാണ് പാകിസ്ഥാനിലേക്ക് നാട് കടത്തണമെന്ന് പേരാമ്പ്രയിൽ എന്ത് ചെയ്തത്? ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്ത ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് CPM-ന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു കാസിമിന്റെ വിഷയത്തിൽ നമുക്കറിയാം കാസിം നിരപരാധിയാണെന്നുള്ളത് പോലീസിന് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ കാസിമിനെ അറസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്നത്. ഇന്നലെ DYFന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? SP ഓഫീസ് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് 10 ലക്ഷം രൂപ കാസിമാണ് എന്ന് തെളിയിച്ചാൽ, ഈ പ്രചരണം നടത്തിയത് കാസിമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെ ആരും എന്ത് ചെയ്തിട്ടില്ല, മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ DYFI എന്താണ് ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? ഒരു പോലീസ് SP ഓഫീസ് മാർച്ച് വേണ്ട, ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചെങ്കിലും നടത്താൻ ഇതുവരെ ഈ വിഷയത്തിൽ DYFI. അപ്പോഴും പള്ളികളിൽ പോലും ഷാഫിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. ആരോപണങ്ങൾ എക്കാലത്തുണ്ടായിട്ടുണ്ട്, യാഥാർത്ഥ്യങ്ങളിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ ഷാഫിയെ നമുക്കറിയാം, പാലക്കാട് തികഞ്ഞ മതേതരവാദി ആയിക്കൊണ്ട് അവിടെയുള്ള അമ്മമാരും അതേപോലെ തന്നെ എല്ലാവരും ജാതി രണ്ട് മുഖമുണ്ടോ ഷാഫിക്ക് എന്നാണ് ചോദ്യം. എങ്ങനെ രണ്ട് മുഖമുണ്ടോ ഷാഫിക്ക് എന്നാണ് ചോദ്യം. ഷാഫിയുടെ മുഖം ഇവിടെ വികൃതമാക്കുകയാണ് CPM ചെയ്തിരിക്കുന്നത്. ഷാഫിക്ക് ഒറ്റ മുഖമാണുള്ളത്. ആ മുഖം ഇവിടെ എത്തിയപ്പോൾ, വടകര എത്തിയപ്പോൾ വികൃതമാക്കുകയാണ് ചെയ്തത് CPM. ഷാഫി പറമ്പിൽ ഇത് തള്ളിപ്പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പിറ്റേന്ന് പാലക്കാട് വോട്ടിംഗ് ചെയ്ത് 11 മണിക്ക് വോട്ടിന്റെ ഉച്ചയിൽ തന്നെ എന്താക്കിയിട്ടുണ്ട്, പത്രസമ്മേളനം വിളിച്ചിട്ട് ഒറ്റ വർഗീയ പ്രചാരണത്തെ ഞാൻ എന്താക്കി ലോഞ്ച് ചെയ്യുന്നില്ല എന്ന് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ ഒരു ഏക വ്യക്തിയാണ് കേരളത്തിലെ. വർഗീയ പ്രചരണങ്ങൾ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഈ വടകരയിലാണെങ്കിലും രാജ്യത്താണെങ്കിലും ഒരിക്കലില്ല. വർഗീയതയിൽ ഷാഫി എല്ലാ കാര്യങ്ങളും അതിനെതിരെ തന്നെയാണ് പോരാടിയിരുന്നത്. തീർച്ചയായും പ്രയോഗത്തിന്റെ കാര്യത്തിൽ നേരത്തെ പ്രതികരണം നടത്തിയില്ല എന്ന് പറയുന്നു. തീർച്ചയായും നടത്തിയിരിക്കുന്നത്. അത് പിന്നെ വല്ല കള്ളപ്രചാരണമാണ്. ഷാഫി നടത്തില്ല എന്നുള്ളത്. പള്ളികളിൽ ഷാഫിക്ക് വേണ്ടി വോട്ട് ചോദിച്ചോ? ഇല്ലല്ല, ഒരിക്കലും ഇല്ല. അതൊക്കെ കള്ളപ്രചരണങ്ങളാണ്. ഇതെല്ലാം അവാസ്തവമാണ് എന്നുള്ളതാണ്. ഇത് കള്ളപ്രചരണം എന്നാണല്ലോ പറയുന്നത് സുഹൃത്തെ. ഇത് അവിടെ പള്ളിയിലെ നാട്ടുകാർ മുഴുവൻ എതിർക്കുകയും പിന്നീട് അതൊരു വലിയ തർക്കമാവുകയും കതിരൂർ പഞ്ചായത്തില് പ്രധാനപ്പെട്ട മറ്റൊന്ന് കേൾക്കൂ നിയാസ്ക, നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നിട്ട് പറയാം. നമ്മളിത് നേരിട്ട് അനുഭവിച്ചായിരുന്നു. ഒരൊറ്റ കാര്യം വഖഫ് ബോർഡിന്റെ കേൾക്കൂ വഖഫ് ബോർഡിന്റെ സ്ഥലത്ത് ഈദ് വിത്ത് ഷാഫി നടത്തിയില്ലേ? ഏത് വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ? എന്താണ് അതിന്റെ ഉദ്ദേശം? ഇത് വിത്ത് ഷാഫി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാനൊരു കാര്യം നമ്മളൊരു വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആരാധന അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേക ആഘോഷം എടുത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് അതിന്റെ ആചാരം നടത്തുക എന്ന് പറയുന്നത്, ആഘോഷം നടത്തുക എന്ന് പറയുന്നത് മറ്റൊന്ന്. അല്ലല്ല, പ്രധാനപ്പെട്ട മറുപടി. വഖഫ് ബോർഡിന്റെ സ്ഥലത്ത് ഈദ് വിത്ത് ഷാഫി എന്തൊരു പരിപാടി നടത്തിയോ? ഞങ്ങള് ഇവിടെ തുറന്നു പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു എനിക്ക് ജാതിയുടെ ഒരു മിനിറ്റ് മത്സരിക്കുന്നില്ല. 20 മണ്ഡലങ്ങളിൽ മത്സരം നടക്കുന്നു. ഏത് സ്ഥാനാർത്ഥി ആ രീതിയിലുള്ള വർഗീയ പ്രചരണം നടത്തി? ഒന്നാം സ്ഥാനാർത്ഥി എളമര കരീം. അദ്ദേഹം നടത്തിയത് വർഗീയ പ്രചരണമാണ്. അദ്ദേഹം മുസ്ലിം നാമധാരം ഉപയോഗിച്ച് ഉപയോഗിച്ച് എല്ലാ വീട്ടിലും പോയി നിങ്ങൾക്കൊരു മുസ്ലിം പ്രചരണം നടത്തി. മുസ്ലിം വീടുകളിൽ കയറി മുസ്ലിം സഹോദരങ്ങളെ, അത് സഹോദരിമാരെ മുസ്ലിം പ്രീണനമായി ഉപയോഗിക്കാൻ ഞങ്ങൾ പരാതി കൊടുത്തു. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇളമരം കരീം വർഗീയ പ്രചരണം നടത്തിയെന്ന് നിങ്ങൾ ഞാൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഞാൻ വെല്ലുവിളിയോടുകൂടി പറയുന്നു, നിങ്ങൾ ഈ ഇരിക്കുന്ന ഈ CPM-കാരൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾ, അവർക്ക് പറയാൻ പറ്റും വീട്ടിൽ പോയി പറയുന്നത് എന്താ? തലയിൽ മുണ്ടിട്ട് പോയി അത് ഞമ്മന്റെ ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് അപ്പുറത്ത് പോയി വർഗീയ പ്രചരണം നടത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞുങ്ങൾക്ക് ഒറ്റ സ്റ്റാൻഡേ പാടുള്ളൂ. ഒന്നുകിൽ വർഗീയ പ്രചരണം എന്ന് പറയുന്നത് പാടില്ല. അത് കോഴിക്കോടും പാടില്ല, വടകരയിലും പാടില്ല, കേരളത്തിൽ എവിടെയും പാടില്ല. കണ്ണൂര് നിലപാടല്ല നിങ്ങൾ നോക്കൂ ഇവിടെ